ആ കേട്ടതും ശരിയാ, ഈ കേട്ടതും ശരിയാ. നൂലും മലാടുന്ന ഫ്ലോട്ടിംഗ് വിശ്വാസം. ആ വിശ്വാസം നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഉള്ളിത്തോലുകൾ ഈ വള്ളത്തോളിനെ കേൾക്കണം, അറിയണം. ഹർഫ് തംബീഹ്, കണ്ടതിൽ ഈശ്വരത്വം. സയൻസാണ് വലുത്, അതാണ് വലുത്, ഇതാണ് വലുത്, അള്ളാഹു ചെറുതാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കും. ഒടുവിൽ എവിടെ വീഴും? നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. ഏതെങ്കിലും ഒരു നബീദിനവാദി സുന്നി കഴിക്കുന്ന, ആചരിക്കുന്ന, പറയുന്ന, അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ബഹുദൈവത്വം ആചരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ആ വ്യക്തിക്ക് ദൈവാസ്തിക്യം മനസ്സിലായിട്ടില്ല. കാരണം ദൈവാസ്തിക്യം മനസ്സിലാകുമ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവേണ്ടൂ എന്നേ മനസ്സിലാവൂ. അതാണ് തൗഹീദ്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം ഫിസിക്സും കോസ്മോളജിയും പറയുന്നവരും അറിയുന്നവരുമാണ് മഹാത്മാക്കൾക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വാദമുള്ളത് എങ്കിൽ അവർക്കതറിയില്ല. ഇവിടെ തന്നെയാണ് ബർസഖുള്ളത്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തന്നിലേക്ക് നെഞ്ചോട് ചേർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങോട്ട് വാ. വഹീനെ സ്വീകരിച്ച് നെഞ്ചോട് നെഞ്ച് ചേർന്നപ്പോ അബൂ ഹുറൈറക്ക് പലതും മനസ്സിലായി, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന ആ പരമാർത്ഥമാണ് ഈ പരമാർത്ഥം എന്ന് നിരീക്ഷിച്ച ആധുനിക സൂഫി പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിത് പറയുന്നതും പങ്കുവെക്കുന്നതും കേൾക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ കാണുന്നുണ്ട് എന്നാണ് ഫിസിക്സും കോസ്മോളജിയും പറയുന്നത്. അതല്ലേ സുന്നത്ത് ജമാഅത്ത്? അതുകൊണ്ടല്ലേ ആ ഇസ്ലാമാണ് യുക്തമാണ്, വ്യക്തമാണ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്റെ അവസാന ഈ വിഷയാവതരണത്തിന്റെ മിനിറ്റുകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ പരമശക്തിയായ അല്ലാഹു, അവന്റെ ദിവ്യബോധനം കൊണ്ടുവരുന്ന അവന്റെ റസൂൽ, ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ലോകം എവിടെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഞാൻ അതിന്റെ ഇടയിലുള്ള സ്ലൈഡുകളൊക്കെ കട്ട് ചെയ്താണ്. ആ ഒരു തർത്തീബ് എനിക്ക് ഓർമ്മയുണ്ട്. അവസാന ഭാഗം ഏറ്റവും വലിയ അതിന്റെ ഉദാഹരണമാണ് ഇപ്പോഴും നാം ഇന്നും ഇന്നലെയും ചർച്ച ചെയ്യുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ ആ മറനീക്കപ്പെട്ട ഫയലുകളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയോ അതിൻ്റെ അനുബന്ധങ്ങളായ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളെയോ നമ്മളൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. അതേസമയം നോക്ക്, ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ, ധനാഢ്യന്മാരെ, എല്ലാ വലിയ വലിയ പിൽക്കാലത്ത് ഭീഷണിയാകാൻ സാധ്യതയുള്ള കരിഷ്മാറ്റിക് ഫിഗറുകളെയും സ്ത്രീയെ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ട് വശീകരിച്ച് വിധേയരാക്കി നിർത്തുക എന്നുള്ളതാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ഉദ്ദേശമെന്ന് ലോകം മനസ്സിലാക്കുന്നു. ഈ ജെഫ്രി എപ്സ്റ്റീനോട് സൗഹാർദ്ദമുണ്ടായിരുന്ന പുറത്തു വന്ന ഫോട്ടോയിൽ ആരുടെയൊക്കെ ഫോട്ടോയുണ്ട് എന്നുള്ള ആ പോസ്റ്റ്മോർട്ടം ഇവിടെ ഞാൻ നടത്തുന്നില്ല. പക്ഷേ ആ ഫോട്ടോകൾ വാലിഡായ ഫോട്ടോ മാത്രം, വെരിഫൈഡ് ഫോട്ടോയിൽ ഏതൊക്കെ ഫോട്ടോകൾ കാണാം? ആധുനിക നാസ്തികതയുടെ ഹെഡായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഫോട്ടോ കാണാം, അവിടെ സാം ഹാരിസിന്റെ ഫോട്ടോ കാണാം, ലോറൻസ് ക്രൂസിന്റെ ഫോട്ടോ കാണാം, അവിടെ സ്റ്റീവ് പിങ്കറിന്റെ ഫോട്ടോ കാണാം, അവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഫോട്ടോ കാണാം. ഞാൻ ആ വ്യക്തികളെ തേജോവധം ചെയ്യുകയല്ല. ആ വ്യക്തികൾ എന്തേ പറയുന്നത്? ഒരു സമൂഹത്തിന്, ഒരു മനുഷ്യനെ ധാർമ്മിക ബോധത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിരുകൾ അറിയാത്ത, ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് മാലാഖമാര് കൊണ്ടുവരുന്ന ഏതെങ്കിലും സിദ്ധാന്തങ്ങൾ വേണ്ടതില്ല. മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ പരിണാമവാദം മതി. ഞാൻ സങ്കീർണമാക്കുകയല്ല. മലയാളത്തിലേക്ക് മാറ്റിയാൽ ആർക്കാണോ അധികാരമുള്ളത്, ആരുടെ നിറമാണോ ശോഭയുള്ള നിറം, ആർക്കാണോ പണമുള്ളത്, ആരുടെ കയ്യിലാണോ ടെക്നോളജി ഉള്ളത്, ഈ വിഭാഗത്തിന്റെ സന്തോഷവും ശരിയുമാണ് ലോകത്തിന്റെ ശരി എന്ന് പറയുന്ന യൂജനിസം അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസമാണ് ഈ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ, സാം ഹാരിസിന്റെ, പീറ്റർ സിംഗറിന്റെ, ലോറൻസ് ക്രൂസിന്റെ ഈ പറയുന്ന മനുഷ്യന്മാരുടെ മോറൽ കോഡ്. അത് പ്രകാരം ആയുധമില്ലാത്ത, ശക്തിയില്ലാത്ത, സ്വാധീനമില്ലാത്ത, അധികാരമില്ലാത്ത, പണമില്ലാത്ത, നിറം കെട്ടുപോയ ജനവിഭാഗം, ആ ജനവിഭാഗത്തെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കാം,
പാപത്തിന്റെ ദ്വീപ് എന്നാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ദ്വീപിന്റെ പേര്. വിർജിൻ ദ്വീപ് എന്നാണ് പേര്. 1 വയസ്സ് മുതൽ തുടങ്ങുന്ന പെൺകുട്ടികളുടെ കന്യകത്വം നുള്ളിത്തുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആദ്യമായി ആർത്തവം പുറപ്പെടുന്ന ചോര നേരത്തെ ബുക്ക് ചെയ്ത് കുടിക്കാൻ വേണ്ടി ബുക്കിംഗ് ഏർപ്പാട് ചെയ്യുന്ന സിസ്റ്റമുണ്ട് എന്ന് ലോകം കേൾക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒഴിവാക്കുന്നു. ഖൈറാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കിത് പറയാം. ഞാൻ വിശാലമാക്കുകയാൽ ഇവിടെ ഈ ആർത്തവരക്തം പുറപ്പെടുന്ന പെണ്ണിന്റെ രക്തത്തിന്റെ ബ്ലഡ് ബാങ്ക് 10 കൊല്ലത്തിനകം ലോകത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. രക്തം കൊണ്ട് പ്രസാദിക്കുന്ന ലോകത്തെ എൻറ്റിറ്റി ആരാന്ന് ചോദിച്ചാൽ സാക്ഷാൽ ദജ്ജാലിന്റെ ഫോളോവേഴ്സായ പിശാചുക്കളാണ്. ആ പിശാചാരാധനയുടെ ഏറ്റവും വ്യക്തമായ നൂൽ ശൃംഖലാ ബന്ധമാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ആ മറനീക്കപ്പെട്ട ഫയലിലൂടെ വന്നിട്ടുള്ളത്. وكذلك جعلنا لكل نبي عدوا شياطين الانس والجن يوحي بعضهم الى بعض زخرف القول غرورا. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടി പിശാചുക്കളെയും മനുഷ്യരെയും സമം കോർത്തുകൊണ്ടൊരു മുന്നണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാലങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആൻ. ആ ദ്വീപ് ഏതൊക്കെയാണ് എന്ന് ഏതെങ്കിലും ഒരു സുന്നി മുസ്ലിയാരുടെ പ്രസംഗമല്ല. നിങ്ങൾ ജാക്വസ് വാലിയുടെ മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്ന പുസ്തകം പരിശോധിക്കണം. ആ പുസ്തകത്തിൽ ആ ക്രിസ്ത്യനായ പിന്നീട് ഒരു മതത്തിനോടും അസൈൻ ചെയ്യാതെ ജീവിക്കാൻ താല്പര്യപ്പെട്ട ജാക്വസ് വാലി പറയുന്നുണ്ട്, ഇന്ന പ്രദേശങ്ങളിലൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പിശാചുക്കൾ, ലൂസിഫറിന്റെ, ആന്റി ക്രിസ്റ്റിന്റെ, പിശാചിന്റെ ദൂതന്മാര് മനുഷ്യരോട് സന്ധിക്കുന്നത്. ഇത്രയും വലിയ ഭീകരമായൊരു ലോകക്രമം അത് സോളിഡായ വാളിഡായ എവിഡൻസ് ഒരിക്കലും കിട്ടുകയില്ല. കാരണം അങ്ങനെ എവിഡൻസ് കിട്ടിയാൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു പരീക്ഷണ ലോകമാവുകയുമില്ല. സൂചനയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം, അടയാളങ്ങളിൽ നിന്ന് അടിസ്ഥാനം മനസ്സിലാക്കണം. ഈ സിദ്ധാന്തത്തിലേക്ക് നാളെ ലോകം പോയാൽ, ഈ ദൈവേതരമായ ഇലാഹേതരമായ സിദ്ധാന്തത്തിലേക്ക് ലോകം പോയാൽ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? ഭരണഘടന കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയോ? പ്രായമായവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്ന് പറയുന്ന ലോകത്ത് ഏത് ഭരണഘടനയാണുള്ളത്? ഒരു കാര്യം ശരിയും തെറ്റുമാവാൻ സമ്മതം മതി എന്ന് വന്നാൽ സമ്മതം കൊടുക്കാൻ പറ്റിയ പ്രായം ഏതാണ് എന്ന് സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ 18 ചൈനയിൽ 12, ജപ്പാനിൽ 13, ഫിലിപ്പീൻസിൽ 14, യൂറോപ്യൻ യൂണിയനിൽ 16, അമേരിക്കയിൽ 17, GCCയിൽ 20, ബഹ്റൈനിൽ 21. എപ്പോഴാണ് മനുഷ്യന് ഇന്റലക്ച്വൽ പ്യൂബർട്ടി, ബുദ്ധിപരമായ ബുലൂഗുൻ അഖ്ലിയ് എപ്പോഴാണ് വരിക എന്ന കാര്യത്തിൽ ഈ മതരഹിത ലോകത്തിന് ഏകാഭിപ്രായമില്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറയാൻ മനുഷ്യന്റെ ഉള്ളിൽ ശരിതെറ്റ് വിചാരത്തിന്റെ, ധർമാധർമ്മ വിചാരത്തിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സർവശക്തനായ അള്ളാഹു തന്നെ വേണമെന്ന് പറയുന്ന സിദ്ധാന്തത്തിന് മാത്രമേ 21-ാം നൂറ്റാണ്ടിനെയും 22-ാം നൂറ്റാണ്ടിനെയും അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന മഹത്തായ തത്വത്തെ പ്രഘോഷണം ചെയ്യുന്ന പ്രമേയമാണ് അവിടെ എഴുതിയത്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ ഈ തത്വം ലോകത്തോട് പറയാൻ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ ദർശനത്തോട്, മഹത്തായ സിദ്ധാന്തത്തോട്, മഹത്തായ വിശ്വാസത്തോട് നമുക്ക് കൂറുണ്ടാകണം, കടപ്പാടുണ്ടാകണം, ആത്മവിശ്വാസമുണ്ടാകണം, വിശ്വാസമുണ്ടാകണം. അത് തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവുണ്ടാകണം. ആ ആദരവിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംഹിതയാണ് നമ്മുടെ ദർശനം. ഒരു പ്രാവശ്യം കൂടി റദീനാ ബില്ലാഹി റബ്ബാ. ആഖിബത്തല്ലേ നന്നാവേണ്ടത്? ഒച്ചത്തിൽ റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. അതും ശരിയാണോ ഇതും ശരിയാണോ? അയാൾ പറയുന്നതും ശരിയല്ലേ ഇയാൾ പറയുന്നതും ശരിയല്ലേ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ശരിയും തെറ്റും പറയാൻ പറ്റിയ ഒരു പണ്ഡിത പ്രസ്ഥാനം മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിലും നമ്മുടെ വഴി.
എല്ലാത്തിലും ശരിയും ശരിയും നോക്കിയാൽ അവസാനം എന്താകുമെന്നറിയോ? നാസ്തികനാകും. ഈ സത്യം മലയാളത്തോട് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഒരു വരി ആലപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹാണ് ആ വാക്ക്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് അതിൻ്റെ തീം? അതും ശരിയാ, ഇതും ശരിയാ, ആ കേട്ടതും ശരിയാ, ഈ കേട്ടതും ശരിയാ. നൂലും മലാടുന്ന ഫ്ലോട്ടിംഗ് വിശ്വാസം. ആ വിശ്വാസം നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് വള്ളത്തോൾ നാരായണ മേനോൻ. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അമർന്നു വീണു, നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഉള്ളിത്തോലുകൾ ഈ വള്ളത്തോളിനെ കേൾക്കണം, അറിയണം. ഹർഫ തംബീഹ്. കണ്ടതിൽ ഈശ്വരത്വം. സയൻസാണ് വലുത്, അതാണ് വലുത്, ഇതാണ് വലുത്, അള്ളാഹു ചെറുതാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കും. ഒടുവിൽ എവിടെ വീഴും? നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. നിങ്ങൾ കൂപ്പുന്ന കല്ലും മരവും അല്ല, അള്ളാഹുവാണ് ഏകനായ റബ്ബ് എന്ന് വള്ളത്തോട് പറഞ്ഞെങ്കിൽ നമ്മളെ പിറകിലായിക്കൂടാ. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. പാംസസ്നാനത്തിന്റെ മധ്യം മിഥ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യുതൻ വിബോധം വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും പാംസുൽക്കരം പറ്റിയ പുണ്യമാന പാർത്തങ്ങുതമ്മാടികൾ കൂകിയാർത്തു. അയ്യയ്യ മൺകൊണ്ട അഭിഷപ്തനായല്ലോ മതസാർവഭൗമൻ. അവസാന വാക്ക് മതസാർവഭൗമൻ. മുഴക്കിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. അതിൻ്റെ അറബി എന്താ? മുഴക്കിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കബൂലാക്കണമേ റബ്ബേ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.